ഇന്ന് അതിൻ്റെ തുടർമാനമായിട്ടുള്ള ചില വിഷയങ്ങളാണ് നാം പ്രാർത്ഥനയോടെ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ചിന്തിപ്പാനായിട്ട് ദൈവം സാവകാശം നൽകിയത്. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗത്തേക്ക് നാം പ്രവേശിപ്പാനായിട്ട് പോവുകയാണ്. നാലാമതായി നാം ചിന്തിപ്പാനായിട്ട് പോകുന്നത് ദീർഘക്ഷമ എന്നുള്ളതായിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. ദീർഘക്ഷമ. ദീർഘക്ഷമ എന്നുള്ളതിന് പലതരത്തിലുള്ള നിർവചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പല വിധത്തിലുള്ളതായ നിർവചനങ്ങളുണ്ട്. ഏത് വിഷയത്തിന്? ദീർഘക്ഷമ എന്നുള്ളതായ വിഷയത്തിന്. അതായത് ഒരു വേദപണ്ഡിതൻ, അതായത് അദ്ദേഹത്തിന്റെ പേര് R.C. ട്രെഞ്ച് എന്ന് പറയുന്ന ഒരു വേദപണ്ഡിതൻ പറയുന്നതായ നിർവചനം ഇങ്ങനെയാണ്: വികാരങ്ങൾക്കോ പ്രവർത്തനത്തിനോ ഇടം കൊടുക്കും മുമ്പേ, വികാരങ്ങൾക്കോ പ്രവർത്തനത്തിനോ ഇടം കൊടുക്കുന്നതിന് മുൻപേ മനസ്സിനെ ദീർഘമായി നിയന്ത്രിച്ച് നിർത്തുന്നതിനെയാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. മനസ്സിനെ ദീർഘമായി നിയന്ത്രിച്ച് നിർത്തുന്നതിനെയാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. വികാരങ്ങൾക്കോ പ്രവർത്തനത്തിനോ ഇടം കൊടുക്കും മുൻപേ മനസ്സിനെ ദീർഘമായി നിയന്ത്രിച്ച് നിർത്തുന്നതിനെയാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് മറ്റൊരു നിർവചനമുണ്ട്. ഇന്റർനാഷണൽ ക്രിട്ടിക്കൽ കമന്ററീസിൽ കൊടുത്തിരിക്കുന്ന നിർവചനം. ഇന്റർനാഷണൽ ക്രിട്ടിക്കൽ കമന്ററീസിൽ കൊടുത്തിരിക്കുന്ന നിർവചനം: ഒരു തെറ്റിന് വേഗത്തിൽ പകരം വീട്ടാതെ, ഒരു തെറ്റിന് വേഗത്തിൽ പകരം വീട്ടാതെ സ്വയം പിന്മാറുന്നതാണ് ദീർഘക്ഷമ. അത് ഈ പറയുന്ന നിർവചനത്തിനെല്ലാം അതിൻ്റെതായിരിക്കുന്ന ആഴമായ മീനിങ് ഉണ്ടെന്ന് ആരും മറക്കരുത്. ഒരു തെറ്റിന് വേഗത്തിൽ പകരം വീട്ടാതെ സ്വയം പിന്മാറുന്നതാണ് ദീർഘക്ഷമ എന്നാണ് ഒരു നിർവചനം പറയുന്നത്. അടുത്തതായിട്ട് മറ്റൊരു വേദപണ്ഡിതൻ, അതായത് ആൽഫ്രഡ് പ്ലമ്മർ, ആൽഫ്രഡ് പ്ലമ്മർ എന്ന് പറയുന്ന ഒരു വേദപണ്ഡിതൻ പറയുന്നത് തങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ദ്രോഹങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും കണ്ടിട്ട്, തങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ദ്രോഹങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും കണ്ടിട്ട് കോപിക്കുന്നതിനോ പകരം വീട്ടുന്നതിനോ ഉള്ള
കോപിക്കുന്നതിനോ പകരം വീട്ടുന്നതിനോ ഉള്ള പ്രകോപനം ഉണ്ടാകാതെ സംയമനം പാലിച്ച് അവയെ സഹിക്കുന്നതിനെയാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. കോപിക്കുന്നതിനോ പകരം വീട്ടുന്നതിനോ ഉള്ള പ്രകോപനമുണ്ടാകാതെ സംയമനം പാലിക്കുന്നതിനെയാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. അപ്പൊ ഈ 2-3 നിർവചനങ്ങൾ ദീർഘക്ഷമയെ സംബന്ധിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദീർഘക്ഷമ എന്നുള്ളതിന്റെ മൂലപദം മക്രോതുമിയ എന്നാണ്. MAKROTHUMIA മക്രോതുമിയ എന്നാണ് ദീർഘക്ഷമ എന്നുള്ളതിന്റെ മൂലപദം. അതിന് പല അർത്ഥങ്ങളുണ്ട് കേട്ടോ. ആ ഒരു വാക്കിന് പല അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ അർത്ഥങ്ങൾ ഞാൻ പറയാം, അതിന്റെ മീനിങ് പറയാം. സഹിഷ്ണുതയോടുകൂടെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ്. സഹിഷ്ണുതയോടുകൂടെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ്. മറ്റൊരർത്ഥമുണ്ട് പ്രകോപനങ്ങളെയും എതിർപ്പുകളെയും പിറുപിറുപ്പോ നീരസമോ കൂടാതെ സഹിക്കുവാനുള്ള കഴിവ്. അതാണ് മക്രോതുമിയ എന്ന് പറയുന്നതായ ദീർഘക്ഷമയുടെ മൂലപദമായ ആ വാക്കിന്റെ അർത്ഥങ്ങൾ. ഇനി ഞാൻ പറയുന്ന വാക്യങ്ങൾ നോട്ട് ചെയ്തുകൊള്ളണം. ഈ പറഞ്ഞതായ അർത്ഥം വരുന്നതായ വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അത് പറയാം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 4 മുതൽ 6 വരെ. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 4 മുതൽ 6 വരെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം. കൊലോസ്യർ 3:12-13. ഈ വാക്യങ്ങളിലെല്ലാം ദീർഘക്ഷമയ്ക്ക് കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഈ വാക്യങ്ങളൊക്കെ നാം പരിശോധിച്ചു നോക്കിയാൽ പല വിധത്തിലുള്ളതായിരിക്കുന്ന ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ പറയപ്പെട്ട വാക്യങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ പറയാൻ പോകുന്നതായിരിക്കുന്ന ആശയങ്ങൾ അതിനകത്ത് നിന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. എന്തൊക്കെയാന്ന് പറയാം.
ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും ധീരതയോടെ അഭിമുഖീകരിക്കുന്ന പരിപക്വമായ ആത്മനിയന്ത്രണവും അതിനോട് ചേർന്ന് ദൈവത്തിന്റെ ചക്രങ്ങൾ തിരിയുന്നത് സാവധാനത്തിലാണെന്ന് മനസ്സിലാകുമ്പോഴും ദൈവത്തിന്റെ ചക്രങ്ങൾ തിരിയുന്നത് സാവധാനത്തിലാണെന്ന് മനസ്സിലാകുമ്പോഴും മടുക്കാതെ കാത്തിരിക്കുന്ന ശാന്തതയും ക്ഷമാശീലവുമാണ് ദീർഘക്ഷമ എന്നുള്ള ഒരു വാക്ക് പറയുമ്പോൾ ഇത്രമാത്രം ആഴമായ അർത്ഥങ്ങൾ അതിലുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കത്തില്ല. കാരണം ആത്മാവിന്റെ ഫലത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ദീർഘക്ഷമയെങ്കിൽ അതിന് ആഴമായ അർത്ഥങ്ങൾ നമുക്ക് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം ഇതോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, പുതിയ നിയമ വെളിച്ചത്തിൽ പിതാവായ ദൈവത്തിനും പുത്രനായ ക്രിസ്തുവിനും മനുഷ്യവർഗത്തോടുള്ള സമീപനത്തെ ചിത്രീകരിപ്പാനായി സർവസാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദീർഘക്ഷമ എന്നുള്ളത്. അപ്പം പിതാവായ ദൈവത്തിനും പുത്രനായ യേശു ക്രിസ്തുവിനും മനുഷ്യവർഗത്തോട് ദൈവത്തിനുള്ള ഒരു പ്രത്യേകതയാണ് ഏത്? ദീർഘക്ഷമ. ഞാൻ അതിന് ചില വേദഭാഗങ്ങൾ പറയാം. റോമാലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. റോമാലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. 9-ാം അധ്യായം 22-ാം വാക്യം. 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം. 1 പത്രോസ് 3:20. ആ വാക്യം ഒന്ന് വായിക്കാമോ? 1 പത്രോസ് 3-ാം അധ്യായം 20-ാം വാക്യം. പ്ലീസ്, ആരെങ്കിലും വായിച്ചാട്ടെ. പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ഓക്കെ. അപ്പോൾ ദൈവം മനുഷ്യവർഗത്തോട് കാണിക്കുന്ന ദൈവത്തിന്റെ ദീർഘക്ഷമയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം വാസ്തവത്തിൽ
മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവിടുത്തെ ദീർഘക്ഷമയാന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമായി പലപ്പോഴും സംഭവിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും ബലഹീനതകളും ഓർത്താൽ നാം നശിച്ചു പോകാതിരിക്കുന്നതിന് കാരണം എന്താണ്? ദൈവത്തിന് നമ്മോടുള്ള ദീർഘക്ഷമയാണ് അതിന്റെ കാരണം. ഇത് പുതിയ നിയമ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അതേസമയം പഴയ നിയമ ഭാഗത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചാൽ, ദൈവം സ്വന്തം ജനമായി തെരഞ്ഞെടുത്തതായ ഇസ്രായേലിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് കൊടുത്തതായിരിക്കുന്ന പ്രമാണങ്ങൾ ആ ജനത്തെ ദൈവം ശിക്ഷിക്കുന്ന ഓരോ കാര്യങ്ങൾ പഴയ നിയമ വെളിച്ചത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഭാഗം നാം ഓർത്തു നോക്കിയാൽ പുതിയ നിയമ വെളിച്ചത്തിൽ വാസ്തവത്തിൽ നാം നശിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന് നമ്മോടുള്ള ദീർഘക്ഷമയാണെന്ന് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. ഒന്ന് രണ്ട് വാക്യങ്ങളും കൂടെ അത് ചേർത്തെഴുതിയാൽ നന്നായിരിക്കും. നിങ്ങൾക്കത് വളരെ പ്രയോജനകരമായിരിക്കും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 22-ാം വാക്യവും എബ്രായ ലേഖനം 10-ാം അധ്യായം 36-ാം വാക്യവും യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യവും അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ ദീർഘക്ഷമ എത്ര വലിയതാണെന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നാം ഓർത്തിരിക്കേണ്ടത്, മനുഷ്യവർഗത്തോട് നമുക്കുള്ളതായ ഇടപാടുകളിൽ ദൈവം നമ്മോട് കാട്ടുന്ന ഇതേ ദീർഘക്ഷമയാണ് നാം എന്ത് ചെയ്യേണ്ടത്? വെളിപ്പെടുത്തേണ്ടത്. അത് എത്ര പേര് ചിന്തിക്കുന്നൊരു കാര്യമാണ്. അപ്പൊ ദൈവത്തിന് നമ്മോട് എത്രമാത്രം ദീർഘക്ഷമയുണ്ടെങ്കിൽ നമ്മുടെ സമസൃഷ്ടിയായിരിക്കുന്ന മനുഷ്യവർഗത്തോട് ആത്മാവിന്റെ ഫലമായിരിക്കുന്ന ദീർഘക്ഷമ കാണിക്കുന്നതിൽ നാം എത്രമാത്രം ഉത്സുകരായിരിക്കുന്നുവെന്ന് നാം ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ്. ദൈവം നമ്മോട് ക്ഷമിക്കുന്ന ആ ക്ഷമയും നമ്മോട് കാണിക്കുന്ന ദീർഘക്ഷമയൊക്കെ ഓർത്താൽ നമ്മുടെ സമസൃഷ്ടിയായിരിക്കുന്ന മനുഷ്യവർഗത്തോട് നാം എത്രമാത്രം ദീർഘക്ഷമ കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ നാം ചിന്തിക്കേണ്ട കാര്യമാണ്. അത് നമുക്ക് സ്വയമായിട്ടുണ്ടാകുന്ന ഒരു ഫലമല്ല, ഉണ്ടാക്കാനും കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ ഒരു ദൈവികമായിരിക്കുന്ന സ്വഭാവം അടങ്ങിയതായ ആത്മാവിന്റെ ഫലമായിരിക്കുന്ന ദീർഘക്ഷമ നമുക്ക് എങ്ങനെ ലഭിക്കുന്നതാണ്? പരിശുദ്ധാത്മാവിന്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് ആ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം സ്നേഹം, സന്തോഷം, ദീർഘക്ഷമ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇനി അടുത്തത് ദയ എന്നുള്ളതായിരിക്കുന്ന ആ ഫലത്തെ സംബന്ധിച്ചാണ്. ദയ.
ആ ദയ എന്നുള്ളതായ പദത്തിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ക്രസ്റ്റോയിസ് എന്നുള്ള വാക്കാണ്. ഞാൻ സ്പെല്ലിംഗ് പറയാം. CHREST OEES ക്രസ്റ്റോയിസ്. അതിന് ചില പ്രത്യേക അർത്ഥങ്ങളുണ്ട് കേട്ടോ. ആ മൂലപദത്തിന് ചില പ്രത്യേക അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. പരമാർത്ഥത, മനസ്സലിവ്, ഔദാര്യശീലം, അനുകമ്പ എന്നീ അർത്ഥങ്ങളാണ് ആ മൂലപദത്തിനുള്ളതായിരിക്കുന്ന അർത്ഥങ്ങൾ. പരമാർത്ഥത, മനസ്സലിവ്, ഔദാര്യശീലം, അനുകമ്പ. അതിന് ആധാരമാക്കി ചില റെഫറൻസ് പറയാം. അത് നോട്ട് ചെയ്തോണേ. 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 24 മുതൽ 26 വരെ. 2 തിമോഥെയോസ് 2-ാം അധ്യായം 24 മുതൽ 26 വരെ. തീത്തോസ് 3-ന്റെ 1-2. യാക്കോബ് 3-17. പഴയ നിയമഭാഗത്തേക്ക് നാം കടന്നു ചെന്നാൽ അനേക ഇടങ്ങളിൽ ദയ എന്നുള്ളതായ പദത്തെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമഭാഗങ്ങളിൽ അനേക സ്ഥാനങ്ങളിൽ ദയയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. സങ്കീർത്തനം 106, 107 ഈ സങ്കീർത്തനത്തിലൊക്കെ ദൈവത്തിന്റെ ദയയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നാം ആ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രകൃതിയിൽപ്പെട്ട ഒരു സ്വഭാവമായിരുന്നു ദയ എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. യേശുക്രിസ്തു സ്വഭാവമായിരുന്നു ഏത്? ദയ എന്ന് കാണാൻ കഴിയും. മത്തായി 11:29-30. മത്തായി 11:29-30. 2 കൊരിന്ത്യർ 10:1. അപ്പൊ ഈ വിഷയം ഇതെല്ലാം ദൈവികമായിരിക്കുന്ന സ്വഭാവങ്ങളാണെന്നും അത് പരിശുദ്ധാത്മാവിൽ നമുക്ക് ദൈവം പകർന്നു തന്നിരിക്കുന്നതായ ഫലങ്ങളാണെന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കണം. ഈ പറയപ്പെട്ടതെല്ലാം ദൈവത്തിന്റെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ ആ സ്വഭാവങ്ങൾ പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മിലേക്ക് ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? പകർന്നു തന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയാൻ കാരണം,
ഈ ദയ എന്ന് പറയുന്നതായിരിക്കുന്ന ഈ പ്രത്യേക സ്വഭാവം അത് ക്രിസ്തുവിന്റെ ഒരു പ്രകൃതി ആയിരുന്നുവെങ്കിൽ ക്രിസ്തു മനുഷ്യവർഗത്തോട് കാണിച്ചതുപോലെ തന്നെ നമ്മുടെ സമസൃഷ്ടിയായിരിക്കുന്ന മനുഷ്യവർഗത്തോട് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മിൽ നിന്ന് ആയിരിക്കണം നമ്മൾ. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നമുക്ക് ഈ വിഷയത്തെ കുറിച്ചൊക്കെ മണിക്കൂറുകൾ വേണേ പ്രസംഗിക്കാം, അല്ലെങ്കിൽ ഉപന്യാസം എഴുതാം, അല്ലെങ്കിൽ പ്രബന്ധം ഒക്കെ അവതരിപ്പിക്കാം. പക്ഷേ ആ സ്വഭാവം നമ്മിൽ നിന്ന് ആത്മാവിന്റെ ഫലമായിട്ട് പുറപ്പെടണം, അല്ലെങ്കിൽ പുറപ്പെടുന്നുണ്ടോ എന്ന് നാം ഈ അവസരത്തിൽ നമ്മെ തന്നെ ശോധന ചെയ്തത് മനസ്സിലാക്കേണ്ടതാണ്. ഈ ദൈവികമായിരിക്കുന്ന ഈ സ്വഭാവങ്ങളൊക്കെ നമുക്ക് നമ്മുടെ സ്വയമായിട്ട് അത് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയിൽ അതെന്ത് ചെയ്യുവാൻ കഴിയും? അവരിൽ നിന്നത് പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയും എന്നതാണ് നമുക്കിതിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മിൽ കൂടെ ആത്മാവിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യണം? പുറപ്പെടുവാനായിട്ട് ഇടയാകണം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക ആശയമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് താൻ എഴുതിയതായ ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെന്താണെന്ന് അറിയാമോ? വായിച്ചേ, 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം. ആരാ വായിക്കുന്നേ? 2 തിമോഥെയോസ് 2:24 വാക്യം വായിച്ചാൽ. കർത്താവിന്റെ ദാസൻ ഷണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിക്കാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. ഓക്കെ, തീത്തോസ് 3:2 വാക്യം കൂടെ വായിക്കാമോ? തീത്തോസ് 3-ാം അധ്യായം 2-ാം വാക്യം. ആരെ കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായ സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. അതെ, ഈ വാക്യങ്ങൾ മൂലഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്ന ആശയം എന്താണെന്നറിയാമോ? ഈ വായിച്ചു കേട്ടതാണ് വേദഭാഗത്തിന്റെ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന ആശയം. അതായത് ഒരു കുഞ്ഞിനെ മുലയൂട്ടുന്ന ഒരു മാതാവ് തന്റെ മാർവോടണച്ച് കുഞ്ഞിനെ പോറ്റുന്നത് പോലെ, കണ്ടോ? താൻ ഉദ്ദേശിക്കുന്ന അർത്ഥം മനസ്സിലായോ? ഒരു കുഞ്ഞിനെ മാർവോട് ചേർത്ത് ഒരു മാതാവ് അതിനെ പാല് കൊടുത്ത് അതിനെ പോറ്റുന്നത് പോലെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്റെ സഭാ അംഗങ്ങളുടെ മുൻപിൽ ആർദ്രതയുള്ളവനായിരുന്നുവെന്നാണ് ഈ ആശയം താൻ വെളിപ്പെടുത്തുന്നത്. നോക്കിക്കേ, കിട്ടിയതാണ് സ്വയമായിട്ട് പൗലോസിന് എങ്ങനെ ലഭിച്ചെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ ഫലമായിട്ട് തന്നിൽ ഉളവാകുവാനായിട്ട് ഇടയായതായ ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ മേൽ സ്നാനത്തിന് ശേഷം താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെ തന്റെ മേൽ വരുവാനിടയായി? പ്രാവെന്ന രൂപത്തിൽ, അല്ലെ? എന്ന് പറഞ്ഞാൽ ദയയുടെ
പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ്. പ്രാവ് നിഷ്കളങ്കമായ ഒരു പക്ഷിയാണല്ലേ. അപ്പോൾ തന്റെ മേലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ പ്രാവ് രൂപത്തിൽ ഇറങ്ങിയെന്നാണ് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. വാസ്തവത്തിൽ ദയയുള്ള ഒരു മനുഷ്യൻ ആർദ്രതയുള്ള ഹൃദയമുള്ളവനായിരിക്കുമെന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്ന കാര്യം. മറ്റുള്ളവരോട് അവന് മനസ്സലിവുണ്ടാകും, ആർദ്രതയുണ്ടാകും, ദയയുണ്ടാകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. അവൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവനായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ മറ്റുള്ളവരോടുള്ളതായിരിക്കുന്ന ഇടപാടുകളിൽ അവൻ ശാന്തനായിരിക്കും, അവൻ ക്ഷമയുള്ളവനായിരിക്കും എന്നൊക്കെയാണ് നമുക്ക് ഈ വാക്കിന്റെ അർത്ഥങ്ങളായിട്ട് ഗ്രഹിപ്പാൻ കഴിയുന്നത്. ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, അവരെന്നോട് ചെയ്ത കാര്യമൊക്കെ ഞാന് ക്ഷമിച്ചു, പക്ഷെ ജീവിതത്തിൽ ഞാൻ മറക്കത്തില്ല. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ദയെന്നുള്ള വാക്കിന്റെ അർത്ഥം. ഒരിക്കല് ഞാൻ എവിടെയോ സമാചാരത്തിരുന്ന സമയത്ത് എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞ ഒരാള് എന്നോട് ഇന്നയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാന് ക്ഷമിച്ചു, പക്ഷേ ജീവനുള്ളിടത്തോളം കാലം ഞാൻ മറക്കത്തില്ല എന്ന് എന്റെ ചെവിയോട്ട് ഞാൻ കേട്ട കാര്യമാണ്. വാസ്തവത്തിൽ അതല്ല ദയെന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് നമ്മോട് കാണിച്ച ആർദ്രതയും നമ്മോട് കാണിക്കുന്ന ആ ദൈവത്തിന്റെ ദയയും ഒക്കെ നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തിരിക്കുകയാണ്? പകർന്നു തന്നിരിക്കുകയാണ്. ദയയുള്ള ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ഒരു വിശ്വാസി, അവൻ തീർച്ചയായും ക്ഷമിക്കുന്നവരും ശാന്തനുമായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അതാണ് ദയയെ സംബന്ധിച്ച് നമുക്ക് ഗ്രഹിക്കുവാനുള്ളതായ കാര്യം. നമ്മുടെ കർത്താവ് അറിയായ്മയുടെ കാലങ്ങളിൽ നാം ചെയ്തതായിരിക്കുന്ന യാതൊരു കാര്യങ്ങളും ദൈവം എന്ത് ചെയ്യുന്നില്ല, ഇപ്പം ഓർക്കുന്നില്ല. അത് ദൈവം നമ്മോട് എന്ത് ചെയ്തിരിക്കുക? ക്ഷമിച്ചു കളഞ്ഞിരിക്കുക അല്ലെ? ആ ഒരു മനോഭാവം ആണ് ദയ എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത്. അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? പകർന്നു തന്നിരിക്കുകയാണ് എന്ന കാര്യം മറക്കരുത്. അടുത്ത ഫലം പരോപകാരം എന്നുള്ളതാണ്. പരോപകാരം നമ്മൾ പലപ്പോഴും അത് പെട്ടെന്ന് ഓടിച്ചെന്ന് പറയും. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, തീർന്നു അല്ലേ? പക്ഷേ അതിന് ഓരോ വാക്കുകളിൽ നമ്മൾ ചിന്തിച്ചാൽ, അതിന്റെ മൂലഭാഷയിലുള്ള അർത്ഥങ്ങൾ നാം ഗ്രഹിച്ചാൽ, ഈ പറയപ്പെട്ടതായിരിക്കുന്ന ആത്മാവിന്റെ ഫലത്തിന് ആഴമായ അർത്ഥവ്യാപ്തി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പരോപകാരം എന്ന് പറയുന്നതായ വാക്കിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഈ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ വ്യാപ്തി എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് അത് ഞാൻ പറയുന്നത്. അഗത്തോസ് എന്നൊരു വാക്കാണ് അതിനുപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ സ്പെല്ലിംഗ് ഞാൻ പറയാം. AGATH OSUNE. AGATH OSUNE.
അഗത്തോസൻ. അതിന്റെ അർത്ഥങ്ങൾ പറയാം, നോട്ട് ചെയ്യണം. നീതി, അഭിവൃദ്ധി, നീതി, അഭിവൃദ്ധി, പ്രിയം, സഹതാപം, പ്രിയം, സഹതാപം, സഹായം ചെയ്യാനുള്ള മനസ്സ്, ഔദാര്യ മനസ്ഥിതി, ഔദാര്യ മനസ്ഥിതി, ഇങ്ങനെയൊക്കെയാണ് അതിനർത്ഥം കൊടുത്തിരിക്കുന്നത്. വാക്യങ്ങൾ നോട്ട് ചെയ്തോണേ. പുറപ്പാട് 32:19, പുറപ്പാട് 32:19, മുപ്പത്തിനാലിന്റെ 6, റോമർ 2:4, എഫേസ്യർ 5:9, മത്തായി 5:48 വരെ. ഈ വാക്യങ്ങൾ നോട്ട് ചെയ്തോ. ആത്മാവിന്റെ ഫലമായിരിക്കുന്ന ഈ പരോപകാരം എന്ന് പറയുന്നതായ കാര്യം ദൈവത്തിന്റെ സമ്പൂർണ്ണ നന്മയിൽ നിന്നും ഉളവാകുന്നതാണ്. ദൈവത്തിന്റെ സമ്പൂർണ്ണ നന്മയിൽ നിന്നും ഉളവാകുന്നതാണ് പരോപകാരം എന്ന് പറയുന്ന ഫലം. ദൈവത്തിന്റെ നന്മയെ കുറിച്ച് വിവരിക്കാനായിട്ട് തിരുവെഴുത്തിൽ ഇത് പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. യോഹന്നാൻ 1:5, യോഹന്നാൻ 3:19, ഈ ഭാഗങ്ങളൊക്കെ നാം ശ്രദ്ധിച്ചാൽ വെളിച്ചം എന്നുള്ള നിലയിലാണ് ഈ ഒരു വിഷയത്തെ ഈ വേദഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നാം ഏറ്റെടുത്തതായിരിക്കുന്ന പ്രകാശം വിശ്വാസികൾ പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം. പരോപകാരം എന്നുള്ള വിഷയമാണ് നാം ചിന്തിക്കുന്നതെങ്കിലും അത് ദൈവ വെളിച്ചമായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ വെളിച്ചം നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് നാം ഈ ലോകത്തിൽ ആരായിരിക്കണം? പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് മത്തായി 5:14 കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഈ ഒരു ആശയം വരുന്ന കാര്യം എങ്ങനെ പറഞ്ഞിരിക്കുന്ന അറിയാമോ?
നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു. ആ വാക്യം ഒന്ന് വായിക്കാമോ? എഫെസ്യ ലേഖനം 5-ാം അധ്യായം 8 തൊട്ടുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. പൗലോസ് പറഞ്ഞിരിക്കുന്ന ആ ആശയം വരുന്ന വാക്യം എങ്ങനെയാണെന്ന് കാണുവാൻ കഴിയും. എഫെസ്യർ 5:8 തൊട്ടൊന്ന് വായിച്ചേ. ഇപ്പോ മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പൗലോസ് പറഞ്ഞിരിക്കുന്ന ആ വേദഭാഗത്തിന്റെ ആഴമായ അർത്ഥം എത്രമാത്രം വ്യാപ്തി ഉള്ളതാണെന്ന് നാം ഈ പറഞ്ഞതായിരിക്കുന്ന അർത്ഥത്തിൽ അത് ചിന്തിപ്പാനായിട്ട് കഴിയും. മുമ്പേ നിങ്ങൾ ആരായിരുന്നു? ഇരുളായിരുന്നു. നാം ദൈവമക്കളായി തീരുന്നതിന് മുമ്പേ നമ്മൾ ആരായിരുന്നു? ഇരുളായിരുന്നു. എന്താ ഇരുട്ടിന്റെ സ്വഭാവം? ഇരുട്ടിന് ഒത്തിരി സ്വഭാവമുണ്ട്. നമ്മളെ തന്നെ കാണാൻ പറ്റത്തില്ല, മറ്റുള്ളവരെ കാണാൻ പറ്റുകയില്ല, വഴി നേരായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ ഇരുട്ടിന്റെ സ്വഭാവം അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ ആരായിരുന്നു എന്നായി പറഞ്ഞേ? ഇരുളായിരുന്നു. സത്യമല്ലേ? നമ്മൾ ആരായിരുന്നു എന്ന് എപ്പോഴെങ്കിലും പണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരാരാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്താ കാരണം? നമ്മൾ പണ്ട് ഇരുളായിരുന്നു. നേരെ പോകേണ്ട വഴി എന്താണ് നമുക്കറിയായിരുന്നോ? നമുക്ക് ഇഷ്ടമുള്ള വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ? എന്നാൽ നമ്മൾ ഇരുളായിരുന്നുവെങ്കിലും ഇപ്പോൾ നമ്മൾ ആരാണ്? കർത്താവിന്റെ വെളിച്ചമാണ്. കർത്താവിൽ വെളിച്ചമുള്ളവരായി തീർന്നിരിക്കുകയാണ്. എന്താ കാരണം? നമ്മുടെ കർത്താവ് വെളിച്ചമാ. ആ വെളിച്ചത്തിലേക്ക് നാം വന്നപ്പോൾ കർത്താവിന്റെ വെളിച്ചം നമ്മിലേക്ക് പ്രകാശിക്കുവാനിടയായി. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇരുട്ടിന്റെ മക്കളല്ല. ഇരുട്ട് നമ്മൾ എന്ത് ചെയ്തു? മാറിപ്പോയി, ഇല്ലേ? ഇപ്പൊ നമ്മൾ വെളിച്ചത്തിലാണ് ഇരിക്കുന്നത്. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിനെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ എഴുത്തിൽ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത്. അതുകൊണ്ടാണ് സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം എന്നാണ് ഇപ്പോൾ നമുക്കിവിടെ വായിക്കുവാനായിട്ട് ഇടയായത്. അപ്പൊ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷാൽ യജമാനനാണെന്ന് ലോകത്തിന് ബോധ്യം വരുമാറ് പരിശുദ്ധാത്മാവിന്റെ ഫലമായിരിക്കുന്ന ഈ പരോപകാരം എന്ന് പറയുന്ന സൽഗുണം ലോകം നമ്മിൽ കൂടെയാണ് കാണേണ്ടത്. നമ്മെ കാണുന്നവരാരെ കാണണം? യേശുവിനെ കാണണം. നമ്മൾ സ്നാനത്താൽ ആരെ ധരിച്ചിരിക്കുകയാണ്? യേശുവിനെ ധരിച്ചിരിക്കുകയാണ്, അല്ലേ? നമ്മെ ഇപ്പം മറ്റുള്ളവർ കാണുന്ന നമ്മുടെ വസ്ത്രം, നമ്മൾ വസ്ത്രം ധരിച്ചിരിക്കുന്നതല്ലേ? ആ വസ്ത്രത്തെ മറ്റുള്ളവർ കാണുന്നത് പോലെ നാം സ്നാനപ്പെട്ടപ്പോൾ ധരിച്ചിരിക്കുന്ന യേശുവിനെയാണ് മറ്റുള്ളവർ, ലോകക്കാരെന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. അപ്പൊ കർത്താവിനുള്ളതായിരിക്കുന്ന ഈ സൽഗുണം, ഈ വെളിച്ചം നമ്മിൽ കൂടെ ലോകം കണ്ട് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിളക്ക് കത്തിച്ചിട്ട് ആരും എവിടെ വെക്കത്തില്ല? 4 സ്ഥലത്ത് വെക്കത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. വിളക്ക് കത്തിച്ചിട്ട് 4 ഇടങ്ങളിൽ വെക്കരുത്. ഒന്ന്, പാത്രം കൊണ്ട് മൂടി വെക്കരുത്. 2, കട്ടിൽ കീഴേ വെക്കരുത്. 3, പറ കൊണ്ട് മൂടി വെക്കരുത്. 4, അറയ്ക്കകത്ത് വെക്കരുത്.
അങ്ങനെ വെച്ചാൽ എന്താ പ്രശ്നം? എന്തുവാ? ആ വെളിച്ചം മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കത്തില്ല, അത് കെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ വിളക്ക് കത്തിച്ചിട്ട് എവിടെ വെക്കേണ്ടത്? തണ്ടിന്മേൽ വെക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. രാത്രിയിൽ ക്ലാസ് ശ്രദ്ധിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയട്ടെ, കർത്താവ് വെച്ചിരിക്കുക നമ്മുടെ സഭയിൽ, നമ്മുടെ ദേശത്ത്, നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്ന് വേണ്ട, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് വെളിച്ചങ്ങളായിട്ടാണ്, വെളിച്ചങ്ങളായിട്ട്. അപ്പൊ ആ വെളിച്ചം നമുക്ക് എങ്ങനെ കിട്ടുന്നതാ? കർത്താവിൽ നിന്ന് നമ്മിലേക്ക് കർത്താവ് പകർന്നു തന്നിരിക്കുക. കാരണം കർത്താവ് വെളിച്ചമാണ്. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്നാ കർത്താവ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ വെളിച്ചം നമ്മിലേക്ക് കർത്താവ് പകർന്നു തന്നിരിക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന വെളിച്ചം നാം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? കാണും. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ചന്ദ്രൻ സ്വയമായി പ്രകാശിക്കുന്ന ഒരു ഗോളമല്ല. പിന്നെ എവിടെ നിന്നാ ചന്ദ്രന് പ്രകാശം കിട്ടുന്നത്? അത് സൂര്യനിൽ നിന്നാണ്. അതുപോലെ നീതി സൂര്യനായിരിക്കുന്ന ക്രിസ്തുവിൽ നിന്ന് ചന്ദ്രനായിരിക്കുന്ന ദൈവസഭയിലെ അംഗങ്ങളായി നമുക്ക് ആ പ്രകാശം പകർന്നു തന്നിരിക്കുകയാണ്. ആ പ്രകാശം നാം എന്ത് ചെയ്യണം? മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുന്നവരായിരിക്കണം. അതാണ് നമ്മെക്കുറിച്ച് കർത്താവ് എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്, അല്ലേ? വെളിച്ചത്തിന് ചില സ്വഭാവം ഉണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. വെളിച്ചത്തിന്റെ സ്വഭാവം എന്തുവാ? ഒന്ന്, അത് ശബ്ദിക്കുന്നില്ല. ഇപ്പൊ നമ്മളൊക്കെ ഇരിക്കുന്ന റൂമിൽ ഇലക്ട്രിസിറ്റി ബൾബ് എത്തിക്കൊണ്ടിരിക്കുകയാണ്, കത്തിക്കൊണ്ട് നിൽക്കുകയല്ലേ. അതുകൊണ്ടല്ലേ നമ്മളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നത്. ആ ലൈറ്റ് ഇപ്പൊ ഓഫ് ചെയ്താൽ പിന്നെ നമുക്ക് തമ്മിൽ കാണാൻ പറ്റുമോ? ഇല്ല. എന്നാ ഞാൻ ചോദിക്കട്ടെ, ആ ബൾബ് കത്തിച്ചത് മുതൽ അത് ഇതുവരെ എന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിച്ചോ? ഞാൻ കത്തുന്നേ കത്തുന്നേ എന്ന് പറഞ്ഞോ ഇതുവരെ? അപ്പൊ വെളിച്ചത്തിന്റെ ഒരു പ്രത്യേകത, അത് ശബ്ദിക്കുന്നില്ല. രണ്ട്, വെളിച്ചം വഴി കാണിച്ചു തരുന്ന ഒരു ദൗത്യമുണ്ട്. അതുകൊണ്ടല്ലേ ഇരുട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും വെളിച്ചം നമ്മൾ കയ്യിലെടുക്കുന്നേ? ആ വെളിച്ചം എന്ത് ചെയ്യും? വഴി കാണിച്ചു തരും. അടുത്തത് ദിശ കാണിച്ചു തരും. ദിശ, നമ്മുടെ ചുറ്റുപാടുള്ളതായിരിക്കുന്ന ദിശ വെളിച്ചം കാണിച്ചു തരും. ഒരു വാക്യം വായിക്കാമോ? മത്തായി സുവിശേഷം 5:14 മുതൽ 16 വരെ. അഞ്ചിന്റെ 14 തുടങ്ങി 16 വരെയാണോ സാറേ? അതെ അതെ അതെ. നിങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേൽ എത്രയാ വഹിക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. കണ്ടോ, കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ വചനം എത്രമാത്രം ആഴമുള്ള ഒരു വാക്യമാണ്. മനസ്സിലായി? കർത്താവ് പറഞ്ഞത്, വിളക്ക് കത്തിച്ചിട്ട് ആരും പറയും കീഴ് വെക്കാറില്ല, എല്ലാവരും പ്രകാശിക്കേണ്ടതിന് തണ്ടിന്മേൽ എത്ര വയ്ക്കുന്നത്. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. അപ്പൊ നമ്മളെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന എന്തിനാണ്? ഇരുട്ടിൽ ആയിരിക്കുന്ന അനേകർക്ക് നാം വെളിച്ചം കാണിച്ചു കൊടുക്കണം. ആ വെളിച്ചം കൊണ്ട് അനേക
യേശുവിലേക്ക് അടുത്തു വരുവാനിടയാണ്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളിലും പ്രകാശം കയറി ചെല്ലും അല്ലേ? മനസ്സിലായോ? നമ്മൾ ഒരിടത്ത് ചെല്ലരുതെന്ന് അവർ പറഞ്ഞിരിക്കട്ടെ, പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു വെളിച്ചമുണ്ടെങ്കിൽ ആ വെളിച്ചം നമുക്ക് കയറി ചെല്ലാൻ കഴിയാത്ത സ്ഥാനത്തേക്ക് എന്ത് ചെയ്യും? ആ വെളിച്ചം ചെല്ലും. കർത്താവോട് പറയുകയാണ്, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കാണണം മനുഷ്യൻ. അപ്പൊ നമ്മിൽ നിന്ന് നല്ല പ്രവൃത്തികളാകുന്ന വെളിച്ചം പുറപ്പെടണം. ആ വെളിച്ചം അനേക ഇടങ്ങളിലേക്ക് അത് കയറി ചെല്ലും. അങ്ങനെ കയറി ചെന്നാൽ ആ വെളിച്ചത്തിൽ അവര് ആകൃഷ്ടരാകും. ആ വെളിച്ചം കണ്ടിട്ട് അവര് കർത്താവിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാകും. അതാണ് പരോപകാരം എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇടയായ കാര്യം. ഇനി അടുത്തത് വിശ്വസ്തത എന്ന ഫലമാണ്. വിശ്വസ്തത. അതിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്ക് പിസ്റ്റിസ് എന്നൊരു വാക്കാണ്. PISTIS. വിശ്വസ്തത എന്ന് കൊടുത്തിരിക്കുന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന മൂലഭാഷയുടെ വാക്കാണ് പിസ്റ്റിസ്. ബി ആണോ പി ആണോ? പി 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 ഫോർ പെൻ. പി. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നാം വിശ്വസ്തരായിരിക്കണമെന്നുള്ള ഒരർത്ഥമാണ് അതിനുപയോഗിച്ചിരിക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷയോട് മാത്രമല്ല, ക്രിസ്തുവിനോടും നാം വിശ്വസ്തരായിരിക്കണം. അപ്പൊ അത് വളരെ വിശാലമായിരിക്കുന്ന ഒരു വിഷയമാകട്ടോ. അപ്പൊ ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ, കാര്യവിചാരകത്വത്തിൽ നമ്മളെല്ലാ നിലകളിലും ആരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തരായിരിക്കണം. ഒരിക്കൽ ദാവീദ് പ്രാർത്ഥിച്ച കാര്യം നമുക്കറിയാം. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. എല്ലാ മണ്ഡലങ്ങളിലും ആൾക്കാർ വർദ്ധിച്ചു വരുന്നുണ്ട്. എല്ലാ മണ്ഡലങ്ങളും ഞാൻ എടുത്തു പറയുന്നില്ല. ആത്മീയ കാര്യങ്ങളിലും മറ്റുള്ള ആൾക്കാർ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. പക്ഷേ കുറഞ്ഞുകൊണ്ടിരിക്കുന്നവരാരാണ്? വിശ്വസ്തന്മാരാണ്. ദൈവം നമ്മെ നോക്കുന്നത് നമ്മൾ വിശ്വസ്തരാണോ എന്നാകട്ടോ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം, ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം, ദൈവം തന്നിരിക്കുന്ന ധനം എന്ന് വേണ്ട, ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ ആരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. ദൈവിക കുടുംബത്തിൽ, ദൈവസഭയിൽ
ദൈവ കാര്യവിചാരകത്വം നമ്മളെ പരിതമേൽപ്പിച്ചിരിക്കുക. ഇതൊരു വലിയ വിഷയമാകട്ടോ. നമുക്കറിയാം ദൈവം നമ്മെ ഏതൊക്കെ കാര്യത്തിന് വേണ്ടി ആക്കി വെച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കണം, ദൈവവചനം ധ്യാനിക്കണം, മറ്റുള്ളവരോട് ദൈവവചനം സാക്ഷിക്കണം, നമ്മുടെ ഭവനത്തിലെ പ്രിയപ്പെട്ടവരുടെ അവരെ കുറിച്ചുള്ള ഉത്തരവാദിത്വം, ഭാര്യമാര് ഭർത്താവിനോട്, ഭർത്താക്കന്മാര് ഭാര്യയോട്, മക്കളോട്, മക്കള് മാതാപിതാക്കളോട് എന്ന് വേണ്ട, ഓരോ ഭാഗങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മെ ദൈവം ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. വെറുതെ ഇങ്ങനെ ജീവിച്ച് പോകാമെന്ന് ആരും ചിന്തിക്കരുത് കേട്ടോ. അമ്മയെ വലിയ ഉത്തരവാദിത്വങ്ങളാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവം നമ്മെ കുറിച്ച് നോക്കുന്നത് എന്തുവാ? നമ്മൾ അതിൽ വിശ്വസ്തരാണോ എന്നുള്ളതാണ്. അമ്മ ഏൽപ്പിച്ച സകല കാര്യത്തിലും നമ്മൾ ആരായിരിക്കണം? വിശ്വസ്തത പാലിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അമേരിക്കൻ പ്രസിഡന്റിനും നമുക്കെല്ലാം ഒരേ സമയമല്ലേ ദൈവം തന്നിരിക്കുന്നത്? ആണോ അല്ലയോ? 24 മണിക്കൂറേ ഉള്ളൂ എല്ലാവർക്കും. പക്ഷെ ആ സമയം എങ്ങനെ നമ്മൾ വിനിയോഗിക്കുന്നുവെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു 8 മണിക്കൂറെങ്കിലും മനുഷ്യൻ ഉറങ്ങണം, അത് തെറ്റല്ല. പക്ഷെ 24 മണിക്കൂർ ഉറങ്ങിയാലോ? ഉറക്കം ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാ, ശരിയാ, അത് ഞാൻ സമ്മതിക്കുന്നു. ചില പറയുന്നത് കേട്ടിട്ടുണ്ട്, ചില അമ്മച്ചിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ലോകത്തിലെ സമ്പന്നന്മാർക്കൊന്നും ഉറക്കമില്ല, നമുക്ക് ദൈവം ധാരാളമായിട്ട് എന്ത് തന്നിരിക്കുകയാണ്? ഉറക്കം. അങ്ങനെ പറയുന്നവര് നമ്മുടെ മീറ്റിങ്ങിൽ പോലും ഇരുന്ന് ഉറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല കട്ടില് വാങ്ങിക്കാൻ കിട്ടും, നല്ല മെത്ത കിട്ടും, തലയിണ കിട്ടും, പക്ഷെ ഉറക്കം ആര് തരണം? ദൈവം. കഴിഞ്ഞ ദിവസം സഭയെ പറഞ്ഞു, ചിലര് ഉറങ്ങുന്നത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു പോയതാ. അനേകർ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം ഹോസ്പിറ്റലിൽ നല്ലൊരു പൈസയും കൊടുത്തിട്ട് അവർ വരുന്നത് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, സഭയെ വന്നിരുന്ന് ഉറങ്ങുന്നവരാദ്യം സഭയ്ക്ക് ഈ പൈസ കൊടുത്തേക്കണം ആദ്യം, എന്നിട്ട് ഉറങ്ങിക്കും. അപ്പൊ നിങ്ങൾക്ക് മീറ്റിങ്ങിന് വരുമ്പോൾ ആ ഉറക്കം തരുന്നതെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. ഞാൻ അതിനെതിരൊന്നും അല്ലേ പറഞ്ഞു. ഉറക്കം എപ്പോഴും നഷ്ടമാണ് കേട്ടോ, നഷ്ടം. കർത്തൃമേശം കൊണ്ട് എന്ന സമയത്ത് ഉറങ്ങിയിരുന്നവര് വീഞ്ഞു കൊണ്ട് എന്ന പാത്രത്തിൽ സ്വോത്രകാഴ്ച കിട്ടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം ഉറങ്ങിയിരിക്കുവായിരുന്നു. അങ്ങനെ ദൈവദാസന് അപ്പവുമായിട്ട് ചെന്നപ്പം ഉറങ്ങിയിരുന്ന ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേച്ച വന്ന, ഇപ്പൊ ഇനി എനിക്കൊന്നും വേണ്ട. ഇതൊക്കെ ഉറക്കത്തിൽ നിന്ന് വന്നു പോകുന്ന കുഴപ്പങ്ങളാണ്. ഞാൻ ഇടയ്ക്കൊന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളു കേട്ടോ. അപ്പൊ ദൈവം തരുന്ന സമയം നമ്മളതിൽ വിശ്വസ്തത കാണിക്കണം. ദൈവം തരുന്ന ധനം